മനുഷ്യനിത് അവിടെ പോയി കിടക്കാണ്. കുറെ നേരായല്ലോ. പുള്ളിക്കാരി കളിപ്പിലാണോ? ആദി, നീ ഉറങ്ങിയില്ലേ? ഓ വന്ന ഉറങ്ങി ഞാൻ ഇരുത്തിരിക്കോ. നട്ടപ്പാതിരക്ക് കേറി വന്നുകാണ്ട് വളിഞ്ഞ തമാശ പറയാണ്. ആദി, വരുന്ന വഴിക്ക് വണ്ടി കേടായി. ഞാൻ നിന്നോട് വിളിച്ചപ്പം പറഞ്ഞില്ലേ? വരി, ഞാൻ ഭക്ഷണം എടുത്തേക്കാം. ആ പിന്നില്ലേ, ഇന്നൊരു സംഭവം നടന്ന്. ആ, റിനു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ഉമ്മയും മരുവോടുകൂടി ഒന്നായിരുന്നു. എന്നാൽ എൻ്റെ പൊന്നാദി, നീ എങ്ങനെ എൻ്റെ ഉമ്മാനെ കയ്യിലെടുത്തു? ഇങ്ങളുമ്മ പാവാണ്. പുറത്തുള്ള ദേഷ്യം തന്നെ ഉള്ളൂ. ഉള്ളിലിനോട് നല്ല സ്നേഹമാണ്. അല്ലാതെ നിങ്ങളെ പോലെ ഒന്നല്ല. ഈയടാ, ഞാൻ എന്ത് ചെയ്തു? അപ്പം ഉമ്മയും മരുവോടുകൂടി ഒന്നായി, ഞാൻ പുറത്തായി. ഇന്റെ ഫോണിൽ കൂടെ എന്തൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് വല്ല ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാനായതുകൊണ്ട് അത്രേ പറഞ്ഞുള്ളൂ. നീ അത്രയ്ക്ക് നല്ല കാര്യമാണല്ലോ ചെയ്തത്. വേറെ പല ആണുങ്ങളാണെങ്കിലേ ഇങ്ങോട്ട് വരണ്ടെന്നാ പറയാ. അത് ഞാൻ ചെറിയ അങ്ങനെ പറഞ്ഞപ്പോ സങ്കടത്തില്. നിന്റെ ഒരു സങ്കടം, ഞാൻ കെട്ടിയ മഹറും കൂടെ ഊതി വെച്ച് സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങോട്ട് പോക്കാണല്ലോ നിന്റെ സങ്കടം. ആദി, നിനക്ക് മാത്രമാണോ സങ്കടമുള്ളൂ? സോറിക്കാ, ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആദി, ചില സമയത്ത് നിന്റെ പെരുമാറ്റില്ലേ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ പോലും പക്കതല്ല കേട്ടോ. അത്രയ്ക്ക് കഷ്ടാണ്. ആ, എൻ്റെ ഒരു ചിരി. എനിക്കിന്ന് ഭക്ഷണം വേണ്ട, എനിക്ക് ഗ്ലാസ് വെള്ളം മതി. ഈ എവിടുന്ന് ഭക്ഷണം കഴിച്ചത്? ഹോട്ടൽ ഭക്ഷണം ഇഷ്ടമല്ലാത്ത ആളല്ലേ? എടി പൊട്ടിക്കാളി ഭാര്യയെ, ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കല്ലടി പോയത്. ഞാൻ അവിടെ നിന്ന് കഴിച്ചിറങ്ങിയതാ. ഓ അല്ല, ഈ പോയി വെള്ളം എടുത്തുണ്ട് അടി. ആ, ഇപ്പൊ കൊടുന്നേരം വെള്ളം. പൊട്ടിക്കാളി. ആദി, ആദി, എന്തിനാടി ഇങ്ങനെ വിളിച്ച് കാരണത്? ഒന്ന് പതുക്കെ വിളിച്ചൂടെ റീനു അനക്ക്? അയ്യടാ കുട്ടിക്കുപ്പേ, ഇന്റെ ഒരു വിളി പോലെ വലിയ ഒച്ചായിട്ടാണ് കേൾക്കണത്. ഇന്നലെ അസലക്ക് എപ്പോഴാ വന്നത്? ഇക്ക വന്നതേ 10 മണി ആയിക്കണേ. എല്ലാ വല്ല പോക്കറ്റ് മണി കാണാ ഈ ചോദ്യം? ഇക്ക എപ്പോഴാ വന്നെന്നുള്ള ഒന്ന് പോടി. പോക്കറ്റ് മണിക്കൊന്നേ ഞാൻ ഇക്കാനെ സോപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചോദിച്ചാ മതി, അപ്പൊ തന്നെയൊക്കെ എടുത്തു തരും. ഞാൻ നല്ല കെടുക്കണ വരെ ഇക്ക വന്നത് കണ്ടില്ല. അതാ ഞാൻ ചോദിച്ചത് ഇക്ക എപ്പോഴാ വന്നതെന്ന്. ഓ, എന്താണ് കെട്ടിയനെ പറ്റി ചോദിക്കുമ്പോ പിന്നെ ഇന്റെ ആൾ ഇങ്ങനെ ഓന്റെ അടുത്ത് കൊടുത്ത് ഏൽപ്പിച്ച് കാണല്ല. ഈ ചോദിക്കുമ്പോ ഇങ്ങനെ പൈസ എടുത്ത് തരാനേ. ഇമ്മ ഇപ്പൊ എവിടക്കേ പോയി? ഞാനേ ചായ കൊടുക്കാൻ പോയപ്പോഴേ അവിടെ റൂമിൽ കണ്ടില്ലല്ലോ. ഇപ്പൊ എവിടെ പോവാന്? ഇപ്പൊ രാവിലെ പീടിയ കൊലായ്മ പോയിരിക്കും. ഇപ്പൊക്കെ അവിടെ കുറച്ച് കമ്പനിക്കാരുണ്ട്, അവരോട് കമ്പനി അടിച്ചിരിക്കും. കൂട്ടിന് കോയാക്കാന്റെ കടയത്തെ നല്ല അസല് കട്ടൻ ചായ. ഇന്റെ റീനു, ഇന്റെ കുട്ടിന്റെ ഒരു കാര്യം അല്ല. ആദ്യം അഫ്സൽ എടുക്കാൻ രാവിലെ തന്നെ പോയത്? ഇക്കാക്കമ്മ ഇന്നലെ രാത്രി ഇക്കാന്റെ മുതലാളി വിളിച്ചിരുന്നു. അവിടുന്ന് നാട്ടിലേക്ക് 2 ആള് വരാൻ നിൽക്കുന്നുണ്ട്. ഇക്കാനോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ആള് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഇക്ക ഇപ്പടുത്ത് പോവും. പിന്നെ ഓനക്ക് പോണ്ടേ? ഇമ്മാന്റെ കുട്ടി വിഷമിക്കണ്ട, ഓൻ 6 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരും. 6 മാസം ഇവിടെ എന്നുണ്ടെങ്കിൽ 6 മാസം അവിടെയാണ്. അങ്ങനത്തെ ലീവാണ് അവനക്ക്. ഇപ്പൊ 3 മാസമായില്ലേ വന്നിട്ട്. 2 ആഴ്ചക്ക് വന്ന ആളാണ്, ഇപ്പൊ 3 മാസമായി. ഈ വരവിലാന്നുണ്ടെങ്കിൽ നമ്മൾ അഫ്സലിനെ ആകെ 2 ആഴ്ചക്കത്തെ ലീവ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോത്തിനല്ലേ കല്യാണം ഇതൊക്കെ ആയത്. ഇതാണെങ്കിൽ പ്രതീക്ഷിക്കാത്തൊരു കല്യാണം ആയല്ല. അപ്പൊ പിന്നെ ഓന് 3 മാസത്തിന് നീട്ടി. ഇനി ഒരു വിളിക്കുമ്പോ പോയില്ലാന്നുണ്ടെങ്കിലേ ഓൻ്റെ ഉള്ള പണി നഷ്ടപ്പെടൂലേ. എന്റെ കുട്ടി വിഷമിക്കണ്ട. ഇമ്മ ചെറുത്തോടെ? ആ, ഓൾക്ക് എന്തേ പറ്റിയെന്ന് അറിയില്ല. ഇന്നലെ വൈകുന്നേരം മുതൽക്ക് ആ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ആർക്കറിയാം എന്തേ പറ്റിയെന്നുള്ളത്. ഇമ്മ ചെറിക്ക് വയ്യായിക വല്ലതുണ്ടോ? പനി എങ്ങാനും? എന്ത് പനി ഉണ്ടെങ്കിലേ അകത്ത് ഇങ്ങനെ ഇരിക്കാത്ത ആളാണല്ലോ. ഇതിപ്പോ എന്താ പറ്റിയത്? എന്ത് പറ്റാനിന്റെ റീനോ? ഒന്നും പറ്റിയിട്ടില്ല എന്റെ താത്താക്ക്.
എൻ്റെ താത്തേ ഏതായാലും കെട്ടിയോണ്ടോടൊക്കെ പോകൂല. ആ ഫോണിലും വലിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഉള്ള നേരെ ആ ഫോണിൽ ഇങ്ങനെ കുത്തി കളിക്കലല്ലേ ഓളെ പണി. പിന്നെയെന്നുണ്ടെങ്കിൽ ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാന്നുണ്ടെങ്കിൽ ഇതാ ആദ്യന്റെ നേരെ പോരും കിബറും കാട്ടിക്കാണ്ട് ഇങ്ങനെ നടക്കും. എൻ്റെ താത്താക്ക് ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ല. ഓ എന്തൊരു സ്നേഹമാണ് താത്താനോടേ. ഞാൻ കുറേ വിളിച്ചതാണ് ചായ കുടിക്കാൻ വാടിയെന്ന് അറിയാണ്ട്. ആര് വരണേ ആ റൂമിൽ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അവിടെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. ഞനക്ക് വലിയ ബേജാറുണ്ടെന്നുണ്ടെങ്കിലേ ഉമ്മാന്റെ കുട്ടി ഒന്ന് പോയി വിളിച്ചു നോക്ക്. ഇക്ക് വെച്ച എൻ്റെ താത്താൻ്റെ തൊള്ളയെ കിടക്കണത് കേൾക്കാൻ. എപ്പോഴും കുട്ടി മേത്തക്ക് ഇങ്ങനെ ചാടി കളിച്ചിട്ടാ ഇപ്പൊ ഒരു പേര് വയ്ക്കണ് അമ്മായിയും മരിയോളം ഒന്നായി എന്നുള്ളത്. അല്ല ഇപ്പൊ കാലാകാലം എനിക്ക് ഇതിനോട് പോരും കുഞ്ചും കാട്ടി നിൽക്കാൻ പറ്റുമോ? പറഞ്ഞ മാരിക്ക് റിനു ഈ ഒന്ന് പോയോക്ക് ഷെറിന്റെ അടുത്ത്. ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവൂല. അതൊക്കെ അറിയാം. എന്നെ കണ്ടിട്ടുണ്ടെങ്കിലേ മൂപ്പത്തിയർക്ക് പേയളകും. ഞാൻ പോയി നോക്കിയിട്ട് വരാം. എടി ഇന്നലെ ആയിരുന്നില്ലേ കല്യാണം? ഞാൻ കണ്ട് ഗ്രൂപ്പിൽ ഫോട്ടോ. നിങ്ങളെല്ലാവരും പോയിരുന്നോ? അവനക്ക് വേണ്ടിയിട്ടാണല്ലടി ഞാൻ രക്കാനെപ്പോലും. ഷെറി ഞാനാ പൊട്ടത്തി. പക്ഷേ ഇക്കോനെ മറക്കാൻ പറ്റണേടി. ഡിഗ്രി മുതൽക്കേ മനസ്സിൽ കൊണ്ടടക്കല്ലേ. എങ്ങനെയെങ്കിലും ഞാൻ അവൻ്റെ കൂടെ ജീവിക്കുന്നുള്ളത് സ്വപ്നം കണ്ടുപോയി. പക്ഷെ ഒരു കല്യാണം കഴിഞ്ഞതാണ്, ഒരു ഭർത്താവ് ഉണ്ടെൻ്റെ കൂടെ എന്നുള്ള ചിന്തയൊക്കെ ഞാൻ മറന്നു. പക്ഷെ ഞാൻ ഓർക്കണമായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞൊരു പെണ്ണാണ് എന്നുള്ളത്. എന്നോട് അവൻ പറഞ്ഞില്ലേ ഇന്ന അവനൊരു ഫ്രണ്ടായിട്ടാണ് കണ്ടെക്കണെന്നുള്ളത്. അവൻ ഞാനാണൊരു പൊട്ടത്തി. വെറുതെ അവനെ വിശ്വസിച്ചിട്ട് വെറുതെ അല്ല എല്ലാവരും പറഞ്ഞത്. ഒറ്റൊന്നിനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ് എന്നുള്ളത്. എന്നാലും അവന് ഇങ്ങനെ എന്നെ മോഹിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ അക്കാൻ്റെ കൂടെ നല്ലപോലെ സുഖത്തിൽ ജീവിക്കുമായിരുന്നില്ല. ആ മനുഷ്യനൊരു പാവാണടി. ഷെറിത്ത എടി ഞാൻ പിന്നെ വിളിക്കാം. എന്താ റീനോ എനിക്ക് വരുമ്പേ കഥക് തട്ടിക്കാണ്ട് വന്നൂടെ? ശരിയ എന്തിനാടി ഈ റിനുവിനെങ്ങനെ ചീത്ത അറിയണത്? ഞാനാണ് അന്നെ പുറത്തേക്കൊന്നും കാണാഞ്ഞിട്ടേ റിനുവിനെ അങ്ങോട്ട് പറഞ്ഞയച്ചത് ഒന്ന് വന്നോക്കാൻ പറഞ്ഞിട്ട്. ഓ എല്ലാരും കൂടി ഇപ്പൊ ഒറ്റ കെട്ടാണല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്താ കാട്ടണെന്നുള്ളതേ ഒളിച്ചും പാത്തേ നോക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാവൂലേ നാത്തൂന്. റിനു ഇവളെന്താടി ഈ പറയണത്? ആദി ഈ വായോ. ചിലവരെ ചില കള്ളങ്ങളും മറച്ചെക്കാനേ പല കോപ്രായങ്ങളും കാട്ടും. അതൊക്കെ ഒരു മറയാണെന്നുള്ളതേ ഞമ്മക്ക് മാത്രല്ലേ അറിയുള്ളൂ. ഈ വാ. ആദി ശരിയില്ലേ നമ്മളെല്ലാരെയും പൊട്ടം കളിപ്പിക്കായിരുന്നു. എന്താ റീനോ എന്ത് പൊട്ടം കളിപ്പിക്കാന്നാണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞിരുന്നില്ല ആദ്യം എന്നോട് ഷെറി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തെ ഒരു പയ്യനായിട്ട് ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളത്? ആ പറഞ്ഞിരുന്നു. ഞാനടി ആ കാര്യം പറഞ്ഞാണ്ടേ ഷെറിന് മിഞ്ഞാന്നൊന്നേ വെറുതെ മൂച്ചിമ്മ കയറ്റി. സംഭവം അവളങ്ങനെ തെറ്റ് ചെയ്യില്ല എന്നുള്ളതേ ഞമ്മക്കറിയാം. എന്നാ പോലും അവളെ ഉള്ളൊന്നെടുക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ശ്രമിച്ചതാണ്. ആ അതൊക്കെ പോട്ടെ. ഈ ഇപ്പം എന്നോട് പറയാൻ വന്ന കാര്യം എൻ്റെ പുന്നാരെത്തണ്ടല്ല ആദ്യം. ആ പയ്യനെ ഇപ്പോഴും മനസ്സിലിട്ട് നടക്കുകയാണ്. എന്താ അതാദ്യം? ആ പയ്യന്റെ കല്യാണം കഴിഞ്ഞിക്കണാല. അതാണ് പൂങ്ങണീരും വാർത്തും കൊണ്ട് റൂമിൽ ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കണത്. ഇത്താക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ജംഷീറ എന്ന് പറഞ്ഞിട്ട്. അതിനോട് ഫോണിൽ കൂടെ പറയണതേ ഞാൻ കേട്ടതാണ്. എടി നമ്മളെ ചെറിക്കെന്താ ഭ്രാന്തായ? ഇന്നിപ്പം കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥത്? അവൾക്ക് ഭ്രാന്തായതല്ല ആദ്യം. അവളുണ്ടല്ല ഇമ്മ കൊഞ്ചിച്ചിങ്ങാണ്ട് വഷളാക്കിയതാണ്. നല്ലൊരു ഭർത്താവിനും കിട്ടി നല്ല അന്തസ്സിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടേ അതിനൊരു വില കൊടുക്കാതെ മറ്റൊരുത്തൻ്റെ കല്യാണം കഴിഞ്ഞിക്കണെന്ന് അറിയാണ്ട് ഇരുന്ന് മോങ്ങാണ് റൂമിൽ. ഒരു വഷളത്തരമില്ലാത്തൊരു പെണ്ണ്. ഞാൻ അതുണ്ടല്ല അഫ്സൽ ഖാനോട് ഇപ്പൊ തന്നെ വിളിച്ച് പറയും. അങ്ങനെ അവളെ വിട്ടാൽ ശരിയാവൂലല്ലോ. റീന നിക്ക്. ഈ അഫ്സൽ ഖാനോട് പറഞ്ഞിട്ട് എന്തിനാണ്? അഫ്സൽക്ക് ചിലപ്പോൾ ഷെറിനൊന്ന് അടിക്കും. അതുകൊണ്ടേ നമ്മളെ ഷെറി നന്നാവുന്നേ തോന്നുന്നുണ്ട് എനിക്ക്. ഈ എന്താ പറഞ്ഞു വരുന്നത് ആദ്യേ? ഞാനെന്നേ കാര്യങ്ങൾ പറഞ്ഞോക്കട്ടെ നമ്മളെ ഷെറിനോട്.
റിനോ, തെറ്റ് ചെയ്യാത്തവരായിട്ടേ ആരിപ്പേ ഈ ഭൂമിയിൽ ഇല്ലടി. നമുക്ക് രണ്ടാക്കില്ലേ ഷെറിനെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. ഒരു ശ്രമം. ചിലപ്പോൾ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ്ട് അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചു പോയാലോ, ആ മനുഷ്യനെട്ടെ അവൾ നല്ലപോലെ ജീവിച്ചാലോ. അങ്ങനെ സംഭവിക്കുമോ അറിയൂല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ശ്രമം നടത്തിയൊക്കെ നമുക്ക്. എന്തായാലും ഈ വാ. വല്ല രസം പോരില്ല. ഷെറി, ഷെറി, എന്താ ആദ്യം എനിക്ക് വേണ്ടത്? എടി, എന്താ എനിക്ക് പറ്റിയത്? എന്ത് കാര്യത്തിനാണ് ഇപ്പം എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കണത്? ഞാൻ എന്നെ വന്ന് വിളിച്ചതല്ലേ. പിന്നെ ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതെ റൂമിൽ തന്നെ ചടച്ചു കൂടിയിരിക്കണതിൻ്റെ കാര്യം എന്താണ്? ഒന്നുമില്ല. ആദ്യം ഇന്നൊന്ന് വെറുതെ വിടുമോ? ഈ ഫോണിൽ കൂടെ സംസാരിക്കണതേ റിനു കേട്ട് അവളിനോട് വന്നിട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അത് പിന്നെ ആദ്യം എന്ത് പിന്നെന്നാണ് ചെറിയ ഈ പറയണത്? ഈ ചെയ്ത കാര്യം ഉണ്ടല്ല, അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഒന്നല്ലെങ്കിൽ എൻ്റെ കഴുത്തിൽ കിടക്കണേ മഹറിനെ പറ്റിയിട്ടെങ്കിലും ഒന്ന് എനിക്ക് ചിന്തിച്ചുകൂടായിരുന്നു. ആദ്യം ഒരു പൊട്ട ബുദ്ധിക്ക് മനസ്സിൽ തോന്നിയൊരു ഇഷ്ടമായിരുന്നു പഠിക്കണ കാലത്ത്. പക്ഷേ അത് വളർന്ന് വലുതായി മനസ്സിൽ വേരുറച്ച് പോയി. ഇമ്മാനോടോ ഇപ്പാനോട് ഞാൻ പറഞ്ഞതായിരുന്നു എനിക്ക് ഓനെ ഇഷ്ടമാണ്, ഓനെ കെട്ടിച്ച് തരിയെന്നുള്ളത്. പക്ഷെ ഇമ്മിപ്പി അവൻ നന്നല്ല, അവൻ്റെ സ്വഭാവം ശരിയല്ല എന്നറിഞ്ഞാണ്ട് അത് വേണ്ട വെച്ച്. അഫ്സൽഖാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇക്കാനെ കെട്ടിച്ച് തരാൻ. ആരും കേട്ടില്ല. പക്ഷെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും അവനെനിക്ക് മനസ്സൊന്ന് പോയിട്ടില്ലായിരുന്നു. അവന് മനസ്സിൽ വെച്ചോണ്ടാണ് ഞാൻ ഇക്കാൻ്റെ മാറിന് അവകാശമായത്. ഞാൻ കുറേ ശ്രമിച്ച ആദ്യം കല്യാണം കഴിഞ്ഞ മുതൽക്ക് ഇക്കാൻ്റെ സ്നേഹം എല്ലാം കണ്ടപ്പോഴും അതിൻ്റെ കൂടെ നല്ലപോലെ ജീവിക്കാൻ ഞാൻ ശ്രമിച്ച്. പക്ഷെ ഇവൻ എനിക്ക് മനസ്സൊന്ന് ഒഴിവാക്കാൻ പറ്റണുണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? അത്രക്ക് ഇഷ്ടപ്പെട്ടു പോയി അവന്. പക്ഷെ ഇനി അവനായിട്ടേ വീണ്ടും ഫോണിൽ കൂടെ ചാറ്റിങ്ങും സംസാരം തുടർത്തിരുന്ന ചെറിയ അത് പിന്നെ ആദ്യം. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞാൻ എൻ്റെ കുടുംബം കൂടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. ഞാൻ ഓൺവാസായിട്ട് അങ്ങനെ നമ്മുടെ ചാനലിൽ വരവില്ല. വരികയാണെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും വരുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ലൈവാണ് ഇടയിൽ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതേന്ന്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മഹർ സീരീസ് ഉണ്ടല്ലോ, അത് അവസാന ഭാഗങ്ങൾക്ക് കടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു 2-3 എപ്പിസോഡും കൂടി നമ്മളെ ഈ മഹർ സ്റ്റോറിക്കുള്ളൂ. എന്താ പറയലേ, നിങ്ങൾ തന്ന സപ്പോർട്ട് ഒരുപാടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പുറത്തൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുന്നത് ആദ്യമല്ലേ എന്നാണ്. ശരിക്കിൻ്റെ പേര് ആർക്കും അറിയൂല. എൻ്റെ പേര് ഫൈറൂസാന്നാണ് കേട്ടോ. എല്ലാവരും ചോദിക്കണം എന്താണ് ആദ്യമല്ലേ. ഓരോ കഥാപാത്രത്തിൻ്റെ പേരാണ് എന്നോട് ചോദിക്കണേ. ആദി, നൂറ, ഷെറി, അങ്ങനെ ഞാൻ അഭിനയിക്കുന്ന എല്ലാ കഥാപാത്രത്തിൻ്റെ പേരാണ് എന്നോട് എല്ലാവരും ചോദിക്കണത്. എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഒരുവിധം എല്ലാവരും എന്നെ അറിയുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണല്ലോ അത്. അപ്പോൾ എന്താ പറയല്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മഹർ സ്റ്റോറി ഇനി 2 എപ്പിസോഡ് ഉണ്ടാവല്, 2-3 എപ്പിസോഡ് ഉണ്ടാവും. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. നമ്മൾ കഥ ഇടുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് തരുന്നു, ഇൻസ്റ്റയിൽ ഒരുപാട് മെസ്സേജ് തരുന്നു. എന്താ ലാഗ് അടിക്കുന്നത്, സ്റ്റോറി എന്താ പെട്ടെന്ന് ഇടാത്തതെന്ന് വെച്ചിട്ട്. ഒന്നാമത് ആദ്യം നമ്മൾ ഒന്നരാടം ഇട്ടിരുന്നാണല്ലോ, ഇപ്പം അങ്ങനെ ഇടലില്ലല്ലോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒക്കെ നാട്ടിൽ വന്നിക്കണ് 2 കൊല്ലത്തിന് ശേഷമാണ് ആള് നാട്ടിൽ വരുന്നത്. ആകെ 2-3 മാസത്തെ ലീവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ടൈമേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ആദ്യത്തെ പോലെ ഇങ്ങനെ എന്താ പറയല് ഇടാൻ കഴിയണില്ല. അതാണ് കേട്ടോ. ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിള്ളേരെല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ സ്റ്റോറി എന്ന് വെച്ചുകൊണ്ട് അയിമക്ക് നടക്കും, വീഡിയോ എടുക്കാനായിട്ട് നിൽക്കും. ഇപ്പം എനിക്ക് അങ്ങനെ പറ്റണില്ല. അതാണ് നമ്മുടെ സ്റ്റോറി ലാഗ് അടിക്കുന്നത്.
പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ഒരു സ്റ്റോറി വരുന്നുണ്ട്. ഞാൻ വിചാരിക്കണത് ഇനി ഇതിൽ ഈ അവൻ്റെ കഥ കൊണ്ടുപോയാൽ മതിയോ എന്നാണ്. അവൻ്റെയും വേറൊരു സ്റ്റോറി ഇതിൽ കൂടെ എഴുതിയിട്ട് അങ്ങനെ കൊണ്ടുപോയാൽ മതിയോ എന്നാണ്. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി എന്താണ് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. കാരണം അവൻ്റെത് നമ്മൾ ഫുള്ളാക്കിയിട്ടില്ലല്ലോ. അവൻ്റെ സ്റ്റോറി, അവൻ്റെ ഒരു എൻഡ് മാത്രമേ നമ്മൾ തന്നിട്ടുള്ളൂ. അവള് സ്നേഹിച്ച കാമുകം അവളെ പെണ്ണ് കാണാൻ വരുമ്പോൾ മരിച്ചു എന്നുള്ളത്. പിന്നെ അവളൊരു സ്റ്റോറി ഇതിൽ ഇട്ടിട്ടില്ല. പിന്നെ ഫുള്ള് ആദിൻ്റെന്ന്. കാരണം ഇത് ആദിൻ്റെയും അഫ്സലിൻ്റെയും കഥയാണല്ലോ. അപ്പം പിന്നെ അത് അങ്ങനെയല്ലേ കൊണ്ടുപോകേണ്ടത്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക അവൻ്റെ കഥയും വേറൊരു സ്റ്റോറിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് രണ്ടും കൂടി അങ്ങനെ കൊണ്ടുപോയാൽ മതിയോ എന്നുള്ളത്. ആദ്യൻ്റെ സ്റ്റോറി പിന്നെ ഇതോടെ തീരും. അങ്ങനെ കൊണ്ടുപോയാൽ മതിയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അല്ല വേറൊരു പുതിയ സ്റ്റോറി എഴുതി ഇതുപോലെ ഇട്ടാൽ മതിയോ എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. രണ്ടായാലും നിങ്ങളെ അഭിപ്രായം പോലെ ഞാൻ ചെയ്യൂട്ടാ. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് എൻ്റെ ചാനൽ മുന്നോട്ട് പോവുള്ളൂ. നിങ്ങൾ സ്റ്റോറി കാണാണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതിട്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓൺ വോയിസിൽ വന്നത്. അധികം ഞാൻ ബോറടിപ്പിക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് നിങ്ങളെ ഓരോ കമൻറ്റും അത്രയും വിലപ്പെട്ടതായിട്ട്. നിങ്ങൾ ഓരോ സ്റ്റോറിനെ പറ്റിയാണ് ഓരോ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് അത്രയും സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.